വൈകിട്ട് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോ ദാണ്ടെ റോഡ് നിറയെ വീട് നിറയെ ആള്. എന്തോ സംഭവംന്ന് എനിക്ക് കുറച്ച് നേരത്തേക്ക് മനസ്സിലായില്ല. പിന്നെ എന്റെ കല്യാണം വല്ലോം ഉറപ്പിച്ചോ വീട്ടുകാര്? ഏയ് അങ്ങനെ വരാൻ വഴിയില്ല. കാരണം അവർക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇത് വീടിനകത്ത് വരെ കസേര കൊണ്ടിട്ടേക്കുന്നു. എന്തൊരു ശുഷ്കാന്തി. സംഭവം എന്താന്ന് വെച്ചാലേ എലക്ഷൻ വരുമല്ലേ. അപ്പൊ നമ്മുടെ മന്ത്രി രമേശ് ചെന്നിത്തല സാറ് ഇതുവരെ ഈ പ്രചരണത്തിന് പോകുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു കലാപരിപാടികളാണ് നമ്മളിപ്പോ കണ്ടത്. റോഡ് നിറയെ ഇഷ്ടംപോലെ ആളുകൾ എന്തൊക്കെയോ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ട്. മാലയാണെന്ന് തോന്നുന്നു. ബാൻഡ് മേളക്കാരൊക്കെ ഒരു വണ്ടിക്കകത്താണ് വന്നിറങ്ങി. അവരവിടെ നിന്ന് തകർത്ത് വാരി കൊട്ടുന്നുണ്ടായിരുന്നു പുള്ളി വരാൻ നേരത്ത്. അതാ വരുന്നുണ്ട്. പുള്ളി കൈവീശി വരുന്നുണ്ട്. എല്ലാ വർഷത്തെ ഒരു ഇലക്ഷനും ഇതിവിടെ പതിവാണ്. പക്ഷെ ഞാൻ ലാസ്റ്റായിട്ട് കാണുന്ന 10 വർഷത്തിന് മുമ്പാണ് ഇതുപോലെ പ്രചരണം. എന്തായാലും പുള്ളി വന്ന സ്ഥിതിക്ക് ആളുകളെല്ലാം ഹാപ്പിയായി. എല്ലാരും ഒരു 6 മണി ആയപ്പോ തൊട്ട് ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇത്രയും സ്ഥലം കവർ ചെയ്ത് വരണ്ടേ. അപ്പൊ പിന്നെ അത്രയും താമസം എടുക്കും. എന്റെ അപ്പൂപ്പനും പോയിട്ട് പുള്ളിക്ക് മാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവര് പണ്ടത്തെ ദോസ്തുകളാണ്. ഇവിടെ മത്സരിക്കുന്ന എനിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥനയുമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ പ്രചരണം കഴിഞ്ഞു. പുള്ളി പോയി. പുള്ളി പോയ കൂട്ടത്തിൽ ആളുകളും പോയി. ഇവിടെയും ബ്ലോക്ക് ആയിരുന്നെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഏരിയയിൽ ഇതുപോലൊക്കെ പ്രചാരണങ്ങൾ വല്ലതും നടന്നായിരുന്നോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ.